ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പം നല്ല പ്രകൃതി രമണീയമായ ഈ കാറ്റൊക്കെ ഏറ്റിട്ട് ഇങ്ങനെ എൻ്റെ കൂട്ടുകാരായിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കറ്റാർ വാഴ അല്ലെങ്കിൽ അലോവേര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളും ഉപയോഗങ്ങളും അപ്പോൾ എല്ലാം നിങ്ങൾക്കറിയാം അല്ലേ? എന്നാലും അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ, ദോഷങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ എന്തും അധികമായ അത് വിഷമാവും. അപ്പോൾ അതുകൊണ്ട് ദോഷങ്ങളെക്കുറിച്ച് ഞാൻ പറയണില്ല. ഇന്ന് ഞാൻ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയണൊക്കെ ഉണ്ടാവും ഗുണങ്ങൾ, പിന്നെ എന്തത്ര പറയാൻ. എന്നാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് മാത്രം. കറ്റാർവാഴ എന്ന് പറയുമ്പോൾ ഓരോ വീട്ടിലും ഒരു കറ്റാർവാഴയെങ്കിലും ഇല്ലാതിരിക്കില്ല അല്ലേ? എല്ലാവരും ഇപ്പോൾ കറ്റാർവാഴയൊക്കെ നട്ടുണ്ടാക്കുന്നത് തന്നെയാണ്. അധികം നട്ടുണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു കറ്റാർവാഴ തണ്ട് നമ്മളിപ്പോൾ പച്ചമരുന്ന് കടകളിൽ നിന്നൊക്കെ കറ്റാർവാഴ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ആ കറ്റാർവാഴ ഒന്നായിട്ട് വാങ്ങിച്ചിട്ട് അതിൻ്റെ കട, അതായത് നമ്മൾ തണ്ടുകളൊക്കെ നമുക്ക് എടുക്കാം. ആ കട മാത്രം നമ്മളൊരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ നമ്മൾ കേട് വന്ന പാത്രങ്ങളില്ലേ അതിലെല്ലാറ്റിലും ഏതെങ്കിലും ഒന്നിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ കട പൊട്ടി മുളച്ചിട്ട് നിറച്ച് നമ്മുടെ വീട്ടിലുണ്ടാവും. അധിക പരിചരണം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി കറ്റാർവാഴ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വളർന്ന് വലുതാവാനായിട്ട് ഞാൻ ഇതിന് മുൻപ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴത്തൊലികൾ അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റുകൾ എല്ലാം അതിനിട്ട് കൊടുത്താൽ മതി. ദിവസം ഒന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം നനച്ചാലും മതി കേട്ടോ. അപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് നട്ട് വളർത്തി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഔഷധ സസ്യം, അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും എന്ന് വേണ്ട, നമുക്ക് മൊത്തം നമ്മുടെ ശരീരത്തിന് പുറമേയും അകത്തേക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് അലോവേര അഥവാ കറ്റാർവാഴ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്ത്രീക്കും പുരുഷനും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ ചർമ്മത്തിനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്നതിനും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ കേട്ടോ. സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഒരുപോലെ ഉപയോഗപ്രദമായ കറ്റാർവാഴ. അപ്പം നമ്മുടെ ഓരോരുത്തരും വീടുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കറ്റാർവാഴയെങ്കിലും വെച്ച് പിടിപ്പിക്കാനായിട്ട് നമുക്ക് അധികമൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ഉപയോഗങ്ങളും ഉപകാരങ്ങളും നമുക്കുണ്ട് കേട്ടോ. നമുക്കറിയാം, നമ്മൾ എണ്ണ കാച്ചുമ്പോൾ കറ്റാർവാഴ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അപ്പോൾ കറ്റാർവാഴ എന്ന് പറയുമ്പോൾ ഒരുപാട് ഉപയോഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് പലർക്കും അറിയുമോയെന്നറിയില്ല, എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല ആദ്യമൊന്നും. നമ്മൾ ചെന്നിനായകം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ പറയുന്ന ഈ ചെന്നിനായകം ഉണ്ടാക്കുന്നത് കറ്റാർവാഴയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ എത്ര പേർക്ക് അത് അറിയും എന്ന് എനിക്കറിയില്ല. എനിക്കറിയുന്ന കാര്യം എൻ്റെ കൂട്ടുകാരോടായിട്ടൊന്ന് പങ്കുവച്ചതാണ്. അപ്പോൾ ചെന്നിനായകം നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുക? നമ്മൾ ചതവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ചെന്നിനായകം ഉപയോഗിക്കും. അതുപോലെ കുട്ടികൾക്ക് പാൽക്കുടി, അതായത് മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളുടെ പാലുകുടി നിർത്താനായിട്ട് ചെന്നിനായകം നമ്മൾ പുരട്ടുന്നതുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ വിരൽ കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ വിരൽ കുടിക്കാതിരിക്കാനായിട്ടും നമ്മൾ ചെന്നിനായകം പുരട്ടി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെന്നിനായകം പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കയ്പും ഇതൊക്കെയാണ് ഉണ്ടാവുക. എന്നാലും ചില കുട്ടികൾ അത് ആദ്യം ഒന്ന് കുടിച്ചതിന് ശേഷം ആ കയ്പ് കളഞ്ഞ് പിന്നെ ശരിക്കും കുടിക്കുന്നുണ്ട് കേട്ടോ, വിരലൊക്കെ കുടിക്കുന്ന കുട്ടികൾ. അല്ലാന്നുണ്ടെങ്കിൽ ഈ കയ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടി നിർത്തുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ തുടച്ച് കളഞ്ഞ് കുടിക്കുന്നവരും ഉണ്ട്, അല്ലെങ്കിൽ ആ കുടിച്ച് ആ കയ്പ് വയറ്റിലേക്ക് ഇറക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ കറ്റാർവാഴയിൽ നിന്നാണ് ഈ ചെന്നിനായകം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ കറ്റാർവാഴ നമുക്ക് എണ്ണ കാച്ചുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അതുപോലെ സൗന്ദര്യ സംരക്ഷണത്തിന് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ കെയറിനും അതുപോലെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു, അതുപോലെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചിലപ്പോൾ ചിലവർക്ക് അവിടെ ഇവിടെയൊക്കെ കുരുക്കളുണ്ടാവും അല്ലേ? അപ്പോൾ അതൊക്കെ മാറുന്നതിനും കറ്റാർവാഴ ജെല്ല് പുരട്ടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷുഗറിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിനും കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും ഒക്കെ കറ്റാർവാഴ നല്ലതാണ്. നമുക്ക് സ്ത്രീകൾക്ക് നമുക്ക് ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾ, പീരീഡ്സ് നമുക്ക് റെഗുലർ ആവാതിരിക്കുക, അതുപോലെ തന്നെ നമുക്ക് അമിതവണ്ണം, ഹോർമോൺ ചേഞ്ചസ് മൂലം അമിതവണ്ണം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക്, പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ, വജനൽ ക്യാൻസർ അങ്ങനെയുള്ളതിനൊക്കെ തടുക്കാനും എല്ലാം അലോവേര നല്ലതാണ് കേട്ടോ. അപ്പോൾ അലോവേര നല്ലതാണെന്ന് പറയാൻ, നമുക്ക് മലബന്ധം ഉണ്ടെങ്കിൽ ആ മലബന്ധം മാറ്റുന്നതിനും അലോവേര നല്ലതാണ്. അതുപോലെ നമ്മുടെ ഗ്യാസ്, നമുക്ക് ചിലർക്ക് ഉണ്ടാവുമല്ലോ, എന്ത് ഭക്ഷണം കഴിച്ചാലും ഗ്യാസ് അങ്ങനെയൊക്കെ, അതുപോലെ കുടലിലെ പ്രശ്നങ്ങൾക്ക് ഒക്കെ കറ്റാർവാഴ വളരെ നല്ലതാണ്. പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്ര ക്യാൻസർ പേഷ്യൻറ്റിന് കീമോ കൊടുക്കുന്ന കൂട്ടത്തിൽ കറ്റാർവാഴ ജെല്ല് കൂടി കൊടുത്തിട്ട് വ്യത്യാസം കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ക്യാൻസറിൻ്റെ കോശങ്ങളെ, നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിനും കാര്യങ്ങൾക്കും എല്ലാം കറ്റാർവാഴ
കറ്റാർവാഴ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടങ്ങളിൽ അങ്ങനെ ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ചെന്നൈയിലൊക്കെ പോണ സമയത്ത് നമ്മൾ രാവിലെ നടക്കാനൊക്കെ ഇറങ്ങിയാൽ കാണാം ഓരോ മൂലയ്ക്ക് എന്ന് പറഞ്ഞ പോലെ ഓരോ സെൻറ്ററുകളിലും ഈ കറ്റാർവാഴ, അതുപോലെ നെല്ലിക്ക, പിന്നെ അങ്ങനെയുള്ള ജ്യൂസുകൾ ഉണ്ടാക്കിയിട്ട് ഒരു ഗ്ലാസ്സിന് 20 രൂപ 10 രൂപ അങ്ങനെയൊക്കെ ആയിട്ട് കുടിക്കുക. അപ്പോൾ രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാർ നടത്തം കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഈ ജ്യൂസ് കുടിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് പോവുക കേട്ടോ. ആരോഗ്യ സംരക്ഷണത്തിൽ നടത്തും കഴിഞ്ഞു അതുപോലെ ഈ ജ്യൂസും കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ ജ്യൂസ് 10-14 ദിവസമൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ കറ്റാർവാഴ ജെല്ലും നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വാങ്ങിക്കുന്ന ജെല്ലല്ല കേട്ടോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജെല്ലാച്ചാലിൽ ഗുണാൽ വാങ്ങിക്കുന്നതിൽ എന്തൊക്കെയാണ് കേട് വരാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് നന്നല്ല. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറ്റാർവാഴയുടെ ജെല്ലാണ് നല്ലത് കേട്ടോ കഴിക്കാനായിട്ട്. അതുപോലെ മലബന്ധം, പൈൽസ്, ഫിസ്റ്റുല അങ്ങനെയൊക്കെ പറയുന്നവർക്കൊക്കെ അവിടെ ഈ കറ്റാർവാഴയുടെ ജെല്ല് പുരട്ടുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ മലബന്ധമുള്ള ആൾക്കാർക്കാണെങ്കിലും ഈ മറ്റുള്ള അസുഖങ്ങളുള്ളവർക്കാണെങ്കിലും, അതായത് വയറ് സംബന്ധമായ ഏത് അസുഖങ്ങൾക്കും നമുക്ക് കറ്റാർവാഴ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുൻപ് കറ്റാർവാഴ ജ്യൂസ് അടിച്ചതിന് ശേഷം ആ ജ്യൂസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ml അങ്ങനെയൊക്കെയാണ് കണക്കുണ്ട് കേട്ടോ. 10 ml 15 ml അങ്ങനെയൊക്കെ ആ ജ്യൂസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ നല്ലപോലെ നല്ല ശോധന ഉണ്ടാകും. പക്ഷേ എല്ലാ ആൾക്കാർക്കും ഇത് ഉപകാരം ആയിക്കൊള്ളണമെന്നില്ല, ചില ശരീരത്തിന് അത് പറ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിച്ച് നോക്കിയാലാണ് അത് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശരീരത്തിന് അത് പറ്റിക്കൊള്ളണമെന്നില്ല ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളത് ഉപയോഗിച്ച് നോക്കിയിട്ട് പിറ്റേ ദിവസം നമുക്ക് ശോധന നന്നായിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പറ്റുന്നുള്ളത് കൊണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ചർമ്മ സംരക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ കാലുകൾ, ചിലരുടെ കാലുകളൊക്കെ നല്ല കട്ടിയായിട്ട്, കാൽപാദത്തിൻ്റെ വിണ്ട് കീറല്ല അതുപോലെ കട്ടിയായിട്ടിരിക്കുന്നത് കാണാം. ആ കട്ടിയായിരിക്കുന്ന ഭാഗത്ത് കറ്റാർവാഴ ജെല്ല് പുരട്ടി ഒരാഴ്ചയോളൊക്കെ നിങ്ങൾ പുരട്ടി നോക്കൂ. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വ്യത്യാസം അറിയാം. വളരെ കട്ടിയായിട്ടിരിക്കുന്ന സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് മാറുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമുക്ക് സോറിയാസിസ്, നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെ ഉണ്ടാകുന്ന കുരുക്കൾ, മുഖക്കുരു ഇതൊക്കെ പോവാനും തലയിലുണ്ടാകുന്ന താരൻ മാറുന്നതിനും ഒക്കെ കറ്റാർവാഴ ജെല്ല് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ കറ്റാർവാഴ നമ്മൾ 2-3 പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം, അതായത് കറ്റാർവാഴ തണ്ട് മുറിച്ചെടുത്ത് നന്നായി 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം അതിനൊരു മഞ്ഞ ദ്രാവകം വരും. അത് നമ്മുടെ ശരീരത്തിന് അലർജി, ചൊറിച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് തൊടാൻ പാടില്ല. അപ്പോൾ അത് ആ മഞ്ഞ ദ്രാവകം വറ്റി പോകാനായിട്ട് നമ്മളൊരു കടലാസിലോ എന്തിലെങ്കിലും കുറച്ച് സമയം വെച്ചതിന് ശേഷം നമ്മൾ കറ്റാർവാഴ ജെല്ല് എടുക്കുകയാണെങ്കിലും അല്ല ജ്യൂസ് എടുക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ല കറ്റാർവാഴ നന്നായി കഴുകി വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് വയറിളക്കം അതുപോലെ തന്നെ ഛർദിയൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കറ്റാർവാഴ എന്ന് പറയുമ്പോൾ കറ്റാർവാഴ ജ്യൂസ് നമ്മൾ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗർ ധാരാളമായുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷുഗർ നിയന്ത്രണത്തിൽ വരുന്നതിനും, നമുക്ക് തലമുടി വളർച്ചയ്ക്കാണെങ്കിലും മുഖത്തുണ്ടാകുന്ന മുഖക്കുരു, അതുപോലെ കറുത്ത പാടുകൾ, പിന്നെ മുഖത്ത് തരുത്തരുക്കനങ്ങനെ പൊന്തുക, അതുപോലെ നമ്മുടെ മുഖം ബ്രൈറ്റനിങ്ങനെ ആവാനും ഒക്കെ കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറ്റാർവാഴയെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഈ ഗുണങ്ങളൊന്നും നമുക്ക് അറിയാതെ പോകുന്നത് കൊണ്ടും അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്കിതിൻ്റെ ഉപയോഗങ്ങൾ മുഴുവനായിട്ട് അറിയാത്തത് കൊണ്ടും നമ്മളിതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോണത് കേട്ടോ. വയറിനകത്തെ അൾസർ, ഗ്യാസ്, കുടലിലെ പ്രശ്നങ്ങൾക്ക്, പൈൽസ്, ഫിഷർ, സ്കിന്നിലെ അതായത് ഡ്രൈ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. സോറിയാസിസ്, മുഖക്കുരു, ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുരുക്കൾ, താരൻ ഇവയ്ക്കെല്ലാം കറ്റാർവാഴ ജെല്ല് പുരട്ടുന്നത് വളരെ നല്ലതാണ്. ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ഷുഗർ മൂലമുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കറ്റാർവാഴ ജ്യൂസ് നല്ലതാണ്. വൃക്കകളിലെ പ്രശ്നങ്ങളും നാഡീ പ്രശ്നങ്ങളും, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഷുഗർ ഒട്ടിപ്പിടിക്കുന്നത്, അതായത് ഷുഗർ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണത് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറയ്ക്കുന്നതിനും കറ്റാർവാഴ ജെല്ലും അല്ലെങ്കിൽ ജ്യൂസും കഴിക്കുന്നത് നല്ലതാണ്. വയറിന് ചുറ്റും അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് അലിഞ്ഞു പോകുന്നതും ക്യാൻസർ കോശങ്ങളെ കുറയ്ക്കുന്നതിനും അതുപോലെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒപ്പം കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. കോശങ്ങളിലെ കേടുപാടുകളൊക്കെ മാറ്റാനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും കറ്റാർവാഴ ജെല്ല് വളരെ നല്ലതാണ്. നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിൽ വളരെയേറെ പ്രധാന പങ്ക് വഹിക്കുന്ന മുടിയുടെയും തലയോട്ടിയുടെയും പ്രശ്നങ്ങൾക്കും ചർമ്മ സംരക്ഷണം അതുപോലെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും എല്ലാം കറ്റാർവാഴ ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൂടാതെ കൃമിനാശനം, രക്തശുദ്ധീകരണം, ത്വക്ക് രോഗം, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ബ്രസ്റ്റ് ക്യാൻസർ, വജൈനൽ ക്യാൻസർ, സ്ത്രീജന്യ രോഗങ്ങൾക്കും അതുപോലെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന സ്ത്രീകളിലെ പ്രശ്നങ്ങൾക്കും, ഇൻഫെർട്ടിലിറ്റി, അമിതവണ്ണം, കുഴിനകം, തീപ്പൊള്ളൽ, ദഹന പ്രക്രിയ, മലബന്ധം, ലിവർ ഫങ്ഷൻസ് നോർമലാക്കുന്നതിനും കറ്റാർവാഴ ഉപയോഗപ്രദമാണ്. കറ്റാർവാഴ ജെല്ല് തേൻ ചേർത്ത് ഉപയോഗിക്കുന്നത് ഹോർമോൺ ചേഞ്ചസ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വളരെ പരിഹാരമാണ് കേട്ടോ. നമുക്കറിയാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ ഇങ്ങനെ അറിയാൻ പറ്റിയെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ, അതുകൊണ്ട് പങ്കുവച്ചതാട്ടോ.
എൻ്റെ കൂട്ടുകാർക്ക് എനിക്കറിയുന്ന ഈ കുറച്ച് കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി. അപ്പോൾ ചില അറിയുന്നവരുണ്ടായിരിക്കാം, അല്ലാത്തവർക്കൊരു ഉപകാരമായി തീരട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം വീണ്ടും കാണാം. ബൈ, സീ യു.